ശബരിമല നിരോധനാജ്ഞ പിൻവലിക്കണമെന്ന് ഉൾപ്പെടെ ആവശ്യപ്പെട്ട ബിജെപി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ സമരം അനാവശ്യമായിരുന്നെന്നും ജനങ്ങൾക്ക് മുന്നിൽ പാർട്ടിയെ അപഹാസ്യമാക്കിയെന്നും കോർ കമ്മിറ്റി യോഗത്തിൽ വി മുരളീധരനും കെ സുരേന്ദ്രനും അടക്കമുള്ള ഗ്രൂപ്പ് ആരോപിച്ചു. എന്നാൽ സമരം വൻ വിജയമാണെന്നും അത് തെരഞ്ഞെടുപ്പിൽ അറിയാമെന്നും സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള തിരിച്ചടിച്ചു. ബോധമുള്ളവരാരും സമരം പരാജയമാണെന്ന് പറയില്ലെന്നും അങ്ങനെ പറയുന്നവർ കഴുത കാമം കരഞ്ഞു തീർക്കുന്നത് പോലെയാണെന്നും യോഗത്തിന് കയറും മുമ്പ് ശ്രീധരൻപിള്ള പറഞ്ഞിരുന്നു. എന്നാൽ സമരത്തെ PK കൃഷ്ണദാസ് പിന്തുണച്ചു. കെ സുരേന്ദ്രനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് ഒരാഴ്ച കഴിഞ്ഞാണ് ശ്രീധരൻപിള്ള കാണാൻ പോയതെന്നും ഇത് ശരിയായില്ലെന്നും ആക്ഷേപമുയർന്നു. BDJS-ന് 4 സീറ്റ് നൽകാനും ധാരണയായി. അവർ 8 സീറ്റ് ചോദിച്ചത് അധിക പ്രസംഗമാണെന്നും വിമർശനമുയർന്നു. BDJS-ന് സീറ്റ് നൽകിയ ശേഷം മാത്രമേ BJP-യുടെ സീറ്റുകൾ തീരുമാനിക്കൂവെന്നും യോഗം തീരുമാനിച്ചു. അയ്യപ്പ ജ്യോതിയിൽ BDJS നേതാവായ തുഷാർ ഉൾപ്പെടെ പങ്കെടുക്കാത്തതിലും വിമർശനമുണ്ടായി. ഇത് പ്രവർത്തകരിൽ ആശയക്കുഴപ്പവും ശത്രുക്കൾക്ക് ഊർജവും നൽകി. വെള്ളാപ്പള്ളിയെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നും ആരോപണമുയർന്നു. ശബരിമല സമരത്തിലൂടെ BJP-ക്ക് മുൻതൂക്കം നേടാനായെന്നാണ് പല നേതാക്കളും അവകാശപ്പെടുന്നത്. എന്നാൽ RSS-ന്റെ അപ്രമാദിത്വം നേതാക്കന്മാർക്ക് ഇരുട്ടടിയായിരിക്കുകയാണ്. നേതാക്കൾ തമ്മിലുള്ള മുറുമുറുപ്പും യോജിപ്പില്ലായ്മയും കാരണം ശബരിമല സമരത്തിൽ BJP പരാജയമായിരുന്നു എന്നാണ് RSS വിലയിരുത്തൽ. ആ സമയത്തൊക്കെ RSS ഇടപെട്ടാണ് സമരം ശക്തമാക്കിയത്. അയ്യപ്പ ഭക്ത സംഗമത്തോടെ വിശ്വാസികളെ ഒപ്പം നിർത്താനും RSS-ന് കഴിഞ്ഞു. അത് ചെറിയ കാര്യമല്ല. അതിനാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും RSS പിടിമുറുക്കുകയാണ്. അവരുടെ കർശന നിർദ്ദേശങ്ങളിലും നിയന്ത്രണങ്ങളിലുമായിരിക്കും തെരഞ്ഞെടുപ്പ് പ്രചരണമടക്കം നടത്തുക. ഇതിൽ പല BJP നേതാക്കൾക്കും അതൃപ്തിയുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിൽ വരെ RSS ശക്തമായ നിലപാട് സ്വീകരിക്കും. BJP-യിലെ ഗ്രൂപ്പ് പോരിന് അറുതി വരുത്തി സംഘടനയെ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. സാധാരണ സ്ഥാനാർത്ഥി നിർണയത്തിൽ RSS-ന്റെ അഭിപ്രായം BJP കണക്കിലെടുക്കാറുണ്ട്. എന്നാൽ ഇത്തവണ മറിച്ചാണ് കാര്യങ്ങളുടെ പോക്ക്. ശബരിമല യുവതീ പ്രവേശന സമരത്തിലൂടെ ഉണ്ടാക്കാൻ കഴിഞ്ഞ ഹൈന്ദവ ഏകീകരണം തെരഞ്ഞെടുപ്പിലും ഊട്ടിയുറപ്പിക്കാനാണ് RSS ശ്രമിക്കുന്നത്. അതിന് BJP-യുടെ സംസ്ഥാന നേതൃത്വം പോരെന്ന് ദേശീയ നേതൃത്വം ഉൾപ്പെടെ വിലയിരുത്തുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.